ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ പലപ്പോഴും പലരും ചെയ്യാൻ മറന്നു പോകുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ വീഡിയോയുടെ ക്രെഡിറ്റ് ശരിക്കും വേറൊരാൾക്കാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് സംസാരിക്കാൻ കാരണം തന്നെ വേറൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേര് ഇവിടെ പറയാത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല പേര്. റാൻഡമായിട്ട് കണ്ട ഒരു വീഡിയോ, അതിനകത്ത് ആ ഒരു ടോപ്പിക്ക്, ആ ഒരു കണ്ടന്റ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നി. അപ്പം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ വീഡിയോ, ഞാനിപ്പോൾ ഇന്ന് കണ്ട വീഡിയോ പലപ്പോഴും എല്ലാവരും കാണണമെന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. എന്നാലും കാണാത്ത ആരെങ്കിലും, അതായത് എൻ്റെ വീഡിയോ കാണുന്ന, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു ഡിവോഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം, വൺ ഓഫ് ദ റീസൺസ്, ഇത് മാത്രമാണ് റീസൺ എന്നല്ല പറയുന്നത്, ഒരുപാട് റീസണുകളിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് മോഡിലുള്ള സ്പൗസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പോൾ അല്ല ഞാൻ ചെയ്ത് ശരി തന്നെയാണെന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫെൻസീവ് മോഡിലാണ് നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും അല്ല, ചില ആൾക്കാരെങ്കിലും മാരേജ് ലൈഫിൽ ചില സ്പൗസ് അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് ഉണ്ടാവുന്ന അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഡിഫെൻസീവ് മോഡിലുള്ള സ്പൗസ്. ഇപ്പം എൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന ആളോടൊന്നുമില്ല, ചിലപ്പോഴൊക്കെയെങ്കിലും ഞാനൊരു ഡിഫെൻസീവ് മോഡിൽ നിൽക്കാറുണ്ട്. എന്ന് വെച്ചാൽ എന്നെക്കുറിച്ചിട്ട് ആരെങ്കിലും ഒരു നെഗറ്റീവ് മോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിൽ നീ ചെയ്ത തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് വേയിൽ പറയാൻ വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ മിക്കപ്പോഴൊക്കെ, എപ്പോഴെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മിക്കപ്പോഴൊക്കെ ഞാൻ ഡിഫെൻസീവ് മോഡിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അത് മനസ്സിലാക്കി അവരെ ഒന്ന് കേൾക്കാൻ പോലും ഞാൻ ചിലപ്പോൾ ഒന്നും ശ്രമിക്കാറില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇല്ല, അവർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എന്നെ കറക്റ്റ് ആക്കിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് അവിടെ നിരത്തി അങ്ങോട്ട് വെക്കും. പിന്നെ അവർക്കൊന്നും പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഞാൻ അവിടെ അങ്ങ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് വെക്കും. അപ്പം അത്തരത്തിലുള്ള സ്വഭാവം കൂടി എനിക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റാതിരുന്ന ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കാരണം, ഈ ഒരു വീഡിയോ വെച്ചാൽ എൻ്റെ വീഡിയോ അല്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാരണം എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഞാൻ പറഞ്ഞ കറക്റ്റാണോ? നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് ഒരാൾ, അത് നിങ്ങളുടെ സ്പൗസ് ആവട്ടെ, നിങ്ങളുടെ പേരൻസ് ആവട്ടെ, നിങ്ങളുടെ മക്കളാവട്ടെ, ആരും ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, നെയ്ബർ ആവട്ടെ, ആരും ആവട്ടെ, നിങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഒരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു. ഞാനും കൂടി ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞ അത് അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് അറിയിക്കുന്നു എന്ന് മാത്രം. ഒരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. അത് ഒന്നാമത്തെ കാര്യം. കേട്ടതിന് ശേഷം അത് നമ്മളുടെ തലയിലിട്ട് പ്രോസസ്സ് ചെയ്യണമല്ലോ. കേട്ടതിന് ശേഷം ഉടനെ തന്നെ അറ്റാക്ക് മോഡ് എടുക്കാൻ പാടില്ല. പകരം ക്ഷമയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യുക. ഇപ്പം ഒരാൾ നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാണ്ട് ഇവിടെ നിന്നൊക്കെയോ പ്രഷർ കയറി വരും. നമ്മുടെ ചോരയൊക്കെ ഇങ്ങോട്ടൊക്കെ വന്ന് മുഖത്തിലേക്കൊക്കെ വന്ന് നിങ്ങൾ ഭാവമൊക്കെ ശരിക്കും ഒരു ദേഷ്യഭാവമായിട്ട് മാറും ഓട്ടോമാറ്റിക്കായിട്ടും. അത് ഈവൻ ഞാനും എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. ആ സമയത്ത് നമ്മുടെ കൺട്രോൾ ചിലപ്പോൾ കിട്ടാണ്ടായിപ്പോൾ. അപ്പോൾ ദേഷ്യമുള്ള സമയത്ത് ഇതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ്, അപ്പോൾ അതുകൊണ്ട് ദേഷ്യം വളരെയധികം കുറച്ച് ആ ഒരു സമയത്ത്, ദേഷ്യമുള്ള സമയത്ത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. അതായത് അവർ പറഞ്ഞ് കേട്ട് ഒരു 2-3 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തിരിച്ച് ബും എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഇവൾക്ക് ഇതെന്ത് പറ്റി, സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, അത്ഭുതം എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നും. അപ്പോൾ ചിലപ്പം ദേഷ്യത്തിലാണ് അവർ നിങ്ങളടുത്ത് വന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഒരു മോഡ് അവർ ചേഞ്ച് ചെയ്യും. ആ ദേഷ്യം എന്നുള്ളത് അവർ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ്. കാരണം ഓട്ടോമാറ്റിക്കലി അവരുടെ തോട്ട് ഇവൾക്ക് ഞാൻ പറഞ്ഞ വിഷമമായോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ദേഷ്യം എന്നുള്ള രീതി അവർ മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ എന്നിട്ടും കുറച്ച് ടൈം കൊടുക്കുക, ഒന്ന് ആലോചിക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പം പറയണമെന്നുണ്ട്, ഇപ്പം തുപ്പണം, അവരുടെ മുന്നിൽ തുപ്പണം എന്നുള്ള രീതിയിലാണ്. തുപ്പെന്ന് വെച്ചാൽ ഈ തുപ്പലല്ല, ഈ കാര്യം പറയണം എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും പറയാതിരിക്കുക.
അവരുടെ ചിലപ്പോൾ നിങ്ങൾക്ക് 2 അടി കൊടുത്താൽ ഇവന് അല്ലെങ്കിൽ ഇവക്ക് എന്ന് തോന്നും. എന്നാൽ പോലും അടങ്ങുക, കൺട്രോൾ ചെയ്യുക, അവനവനെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ അടങ്ങിയിരിക്കുക, നന്നായിട്ട് ആലോചിക്കുക, ഒന്നും സൈലൻ്റായിട്ട് ഒന്നും മിണ്ടാതെ പിന്നെ നന്നായിട്ട് ആലോചിക്കുക. ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് സൈലൻ്റായിട്ടിരിക്കുക, റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ പ്രഷർ കുറയുന്നത് വരെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ അവർക്കും കുറച്ചധികം ടൈം ഒരു സൈലൻറ്റ് മോഡ് അവിടെ കൊണ്ടുവരിക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സൊല്യൂഷൻ കൊടുക്കുക. സൊല്യൂഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ വന്നിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ റൂംമേറ്റ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്, എന്തായത് നിനക്ക് തീരെ വൃത്തിയില്ല, നീ കുളിക്കുന്നില്ല, നീ റൂമൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, നല്ല രീതിയിലൊക്കെ നിങ്ങളുടെ റൂംമേറ്റോ ഫ്രണ്ടോ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ അത് കേൾക്കുക, കുറച്ച് നേരം സൈലൻ്റായിട്ടിരിക്കുക, എന്നിട്ടൊരു സൊല്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കും, ഓക്കെ ഇവൾ ഒരുപാട് ചിന്തിച്ചിട്ടാണ് പറയുന്നത്, ഇവൾ ദേഷ്യത്തിലല്ല എന്നുള്ളൊരു തോട്ട് അവർക്കും വരും. നിങ്ങൾക്കും കുറച്ച് കാമാവാനുള്ളൊരു ടൈം നിങ്ങൾക്ക് സ്വയം കൊടുത്തു. ഞാൻ കണ്ട വീഡിയോയിൽ ഇത് കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ ജനറലായിട്ട്, കാരണം ബേസിക്കലി നമ്മുടെ ഒരു ക്യാരക്ടറാണല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന ആൾക്കെന്നില്ല, എല്ലാവർക്കും ഒരു ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എക്സാമ്പിൾ പറയുമ്പോൾ റൂംമേറ്റ് എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഇത് എല്ലാവർക്കും കൂടി ഹെൽപ്പ് ആവട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിവേയ്സ്, സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നീ എനിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞു, ഏതൊക്കെ രീതിയിലാണ് എനിക്ക് വൃത്തിയില്ല എന്ന് നിനക്ക്, അത് എൻ്റെ വൃത്തിയില്ലായ്മ നിനക്ക് ഏതൊക്കെ രീതിയിലാണ് ബുദ്ധിമുട്ടാവുന്നുള്ളത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ പറയും, നീ റൂം ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റൂം തീരെ ക്ലീൻ ചെയ്യുന്നില്ല, ബാത്റൂമിൽ നീ അങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നു, ബാത്റൂം വൃത്തിയാക്കുന്നില്ല, അല്ലെങ്കിൽ നീ കുളിക്കുന്നില്ല. അത്തരത്തിലൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ വീട് ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം, എനിക്ക് ഒറ്റയ്ക്ക് വീട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് അവനെയും കൂടി കൂട്ടുപിടിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ അവനും കൂടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പണി കൊടുത്തു. അപ്പോൾ ഒരു ഈക്വൽ ഷെയർ ചെയ്തിട്ട് ചെയ്യുമ്പോൾ, പിന്നെ വേറൊരാളുടെ കൂടെയും കൂടി ചെയ്യുമ്പോൾ ഓവർ ബേർഡൻ നമ്മുടെ തലയിലേക്ക് വരികയും ചെയ്യില്ല. അവനിട്ടിട്ട് ഒരു പണിയും കൊടുത്തു, യു ആർ ആസ്കിങ് ഫോർ എ ഹെൽപ്പ് അല്ലേ. അപ്പം അങ്ങനത്തെ രീതിയിൽ എൻ്റെ ഈ എക്സാമ്പിൾ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത്തരത്തിലുള്ള സൊല്യൂഷൻ, അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. ബേസിക്കലി അറ്റാക്ക് ചെയ്യാണ്ട് സൊല്യൂഷൻ കൊടുക്കാൻ പഠിക്കുക, അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഹസ്ബൻഡ് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യാണ്, എന്തായത് ഇത്രയും നാളായിട്ട് നിനക്കൊരു സാമ്പാർ പോലും വെക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മനുഷ്യ നിങ്ങൾക്കൊന്നും കണ്ട് തുടങ്ങാതെ കൂളായിട്ടിരിക്കുക. എന്നിട്ട് കൂളായിട്ടിരുന്നതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുക, ഒരു സൊല്യൂഷൻ കൊടുക്കുക. അറ്റാക്ക് മോഡിലാവാതെ ഒരു സൊല്യൂഷൻ കൊടുക്കുക. ഓക്കെ, എനിക്ക് സാമ്പാർ വയ്ക്കാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പാർ വയ്ക്കാൻ എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു സാമ്പാർ വേണ്ടുന്നത് അത്തരത്തിൽ നിങ്ങൾ എന്നെ വെക്കാൻ വേണ്ടി പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് കാണിക്കുക എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുക. ബേസിക്കലി ഒരു സൊല്യൂഷൻ കൊടുക്കുക. അറ്റാക്ക് മോഡിൽ ഞാൻ വെക്കുന്ന സാമ്പാറിന് എല്ലാ പ്രാവശ്യവും നിങ്ങൾക്കൊരു കുറ്റം പറയാനുണ്ടാവും, അങ്ങനെ ഇങ്ങനെയെന്ന് പറയാതെ നിങ്ങൾ എങ്ങനെയാണോ സാമ്പാർ ഉണ്ടാവണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത്തരത്തിൽ എങ്ങനെ ഞാൻ കുക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ എനിക്ക് പഠിപ്പിച്ചു താ എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു സൊല്യൂഷൻ കൊടുക്കുക. ഇതൊരു സൊല്യൂഷൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അതെ. അപ്പം അത്തരത്തിലുള്ള സൊല്യൂഷൻ കൊടുക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഓൾവേസ് ഡിഫെൻസീവ് മോഡിൽ നിൽക്കാണ്ട് ഒരു അറ്റാക്ക് മോഡിൽ നിൽക്കാതെ, അതെന്ന് വെച്ചാൽ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഞാനിപ്പോൾ ഒന്ന് പറയുമ്പോൾ 2 തിരിച്ച് ഇങ്ങോട്ട് പറയും, 3 തിരിച്ച് അങ്ങോട്ട് പറയും, 4 ആവും, പിന്നെ 10 ആവും, പിന്നെ വലിയ ആഗോള പ്രശ്നമാവും. അതുകൊണ്ട് അറ്റാക്ക് മോഡിൽ നിൽക്കാതെ ഒരു സൊല്യൂഷൻ മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് പെട്ടെന്നൊന്നും പറ്റണമെന്നില്ല. അതിന് മേ ബി എനിക്കിതൊക്കെ വർക്ക് ആവുമെന്ന് അറിയില്ല, കാരണം ഞാനും ഇനി ട്രൈ ചെയ്ത് തുടങ്ങണം. ഇന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടത്, അപ്പോൾ ഇന്ന് മുതൽ ഞാനും ട്രൈ ചെയ്ത് തുടങ്ങണം. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇതാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്പീക്ക് ടു ഗിവ് സൊല്യൂഷൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പോയിന്റ് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മേ ബി ഞാൻ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ എഴുതി ഒട്ടിച്ച് വെക്കുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മൊബൈലിനകത്ത് വാൾപേപ്പറാക്കി വെക്കുമായിരിക്കും. കാരണം ഇതെൻ്റെ മനസ്സിൽ എപ്പോഴെപ്പോഴും അത് നമ്മൾ കാണണം. കാരണം ഈ ഒരു സംഭവം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ
അത് നടപ്പിലാക്കാനുള്ള ശ്രമം അറിയാണ്ട് നമ്മൾ ചെയ്തു തുടങ്ങും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാനും ഇത്തരത്തിൽ വല്ലതും ഇത് എവിടെയെങ്കിലും എഴുതിയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് അത് ഫോളോ ചെയ്യാനുള്ള ശ്രമം ഞാനും നടത്തും. അപ്പം ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം എല്ലാം കേൾക്കുക, അവർക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കുക, ഇൻ ബിറ്റ്വീൻ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. സെക്കൻഡ് തിങ്, ഒരു സൈലൻറ്റ് മോഡ് കൊണ്ടുവരിക, അവിടെ കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുക. തേർഡ് തിങ്, ഗിവ് സം സൊല്യൂഷൻ ടു ദെയർ പ്രോബ്ലംസ്, അത് നടത്തുക. നിങ്ങൾ കൊടുത്ത ഈ ഒരു സൊല്യൂഷനിൽ സപ്പോസ് നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഇത് എൻ്റേതായിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഫെർദർ സിറ്റുവേഷൻസ് വേഴ്സ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആവുക. എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കുന്നതിന് പകരം ആ സ്ഥലത്ത് നിങ്ങൾ എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അത് മേ ബി അങ്ങനെ അവിടുന്ന് എനിക്ക് ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റങ്ങ് പോവുക. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി ചിലപ്പോൾ മേ ബി നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പോലും പിന്നീട് നിങ്ങൾ പറഞ്ഞ ആ സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വഴിയിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ 3 കാര്യങ്ങളും ചെയ്തിട്ട് വീണ്ടും അത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പിന്നെ അവിടുന്ന് എസ്കേപ്പ് ആവുക. നിങ്ങൾ പറഞ്ഞ് ജയിക്കാനൊന്നും നിൽക്കണ്ട, കാരണം അത് ആർഗ്യുമെൻ്റ് ആവും, പിന്നെ അഗെയിൻ ഫൈറ്റ് ആവും, പ്രശ്നം വഷളാവും, നിങ്ങൾ നാണം കെടും. അപ്പം അതുകൊണ്ട് ഞാനടക്കം പ്രാക്ടീസ് ചെയ്യേണ്ട 3-4 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തരാം.